റാഡിഷിൻ്റെ സീഡ്സ് സാധാരണ ഞാനിവിടെ കാലിഫോർണിയയിൽ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് സാധാരണ ഒരു തണുപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഞാൻ സീഡ് സോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് 10 ദിവസത്തിനുള്ളിൽ തന്നെ അത് ജെർമിനേറ്റ് ചെയ്ത് വരും. ഇതൊരു 45 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള റാഡിഷസ് ആണ്. റാഡിഷ് വെജിറ്റബിൾ റെഡിയായി കഴിയുമ്പം തന്നെ ഇതൊരു റൂട്ട് വെജിറ്റബിൾ ആണെങ്കിൽ നമ്മളങ്ങനെ മണ്ണ് മാറ്റി നോക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് കാണാൻ പറ്റും. ഇത് മേളീന്ന് തന്നെ നമ്മൾക്ക് ആ വെജിറ്റബിൾസ് റെഡി ആയിട്ടുള്ളത് കാണാം. അപ്പം നമുക്കതിനനുസരിച്ച് അത് പിഴുതെടുക്കുകയും ചെയ്യാം. റാഡിഷ് വെജിറ്റബിൾ മാത്രമല്ല, റാഡിഷിൻ്റെ ഇലയും നമുക്ക് തോരനും ഒക്കെ വെക്കാൻ നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് റാഡിഷിൻ്റെ ഇലയ്ക്ക്. അതൊരു ചീര ടൈപ്പ് പോലത്തെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇലയും കളയാതെ തന്നെ റൂട്ടിനോട് കൂടി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. റാഡിഷ് പല വെറൈറ്റി ഉണ്ട്. ഇന്ന് ഞാനിപ്പം കാണിക്കുന്നത് 2 ടൈപ്പ് ഓഫ് വെറൈറ്റീസാണ്. സാധാരണ ഞാൻ എപ്പോഴും ഇടുന്ന 2 വെറൈറ്റിയാണ്. അതിലൊന്ന് വൈറ്റ് ഐസിക്കിൾ എന്ന് പറയും. അത് നല്ല കുറച്ച് നീളമുള്ള റാഡിഷസ് ആണ്. വേറെ ഒരെണ്ണം ചുമന്ന ചെറിയ റാഡിഷസ്, ചാമ്പ്യൻ റാഡിഷസ്. ഇത് രണ്ടും നല്ല പോപ്പുലറായിട്ടുള്ള റാഡിഷസ് ആണ്. ഇത് നല്ലതായിട്ട് വളരുകയും ചെയ്യും. നമ്മൾ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മൾക്കത് വെജിറ്റബിൾ ഉണ്ടാകുന്ന 2 ടൈപ്പ് റാഡിഷസ് ആണ്. തണുപ്പുള്ള സമയമായതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ഇൻസെക്ട്സ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ വളമായിട്ട് ഞാൻ ചെയ്യുന്നത് ചിക്കൻ മാന്യൂറോ കൗ മാന്യൂറോ ഇട്ട് കൊടുക്കുക. മുട്ടയുടെ തോടുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് ഇൻസെക്ട്സ് കാണുവാണെങ്കിൽ ഇച്ചിരി സോപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. സിന്തറ്റിക് ആയിട്ടുള്ള വളങ്ങളൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള റാഡിഷസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം.